ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി പാലാ നിയോജക മണ്ഡലത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിനും എക്സ്പോയും സംഘടിപ്പിച്ചു. പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ആയുർവേദത്തിന്റെ ഇതുപോലെ തന്നെ ഒരു സംവിധാനം പാലാ മുനിസിപ്പൽ ടൗണിലുണ്ടായിരുന്നു. നല്ല നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഹോമിയോ എന്ന് പറയുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് ചെറുപ്പകാലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. മരുന്ന് മേടിക്കാൻ പറയാം. അലോപ്പതി ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുകയല്ല. ഇതാണെങ്കിൽ ഗുളിക തരും നല്ല മധുരം ഉണ്ടാക്കുന്നത് കഴിക്കാൻ സുഖമുണ്ട്. പിന്നീട് കോവിഡ് വന്ന കാലത്തും ഹോമിയോ കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായ ആളുകളുണ്ട്. ഞാനും കൂടെയുള്ള MLA-മാർക്കൊക്കെ ഇവിടുന്ന് പാലയം തന്നുകൊണ്ട് ഹോമിയോയുടെ ഗുളികകൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. പലർക്കും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. ഹോമിയോയ്ക്കും പാർശ്വഫലങ്ങളില്ല, ആയുർവേദത്തിനും പാർശ്വഫലങ്ങളില്ല. പക്ഷെ ആയുർവേദത്തെക്കാളേറെ ജനവിഷപ്പെടുന്ന ഹോമിയോ ആയിരിക്കും. കാരണം വലിയ ശുദ്ധമായ ടൈപ്പോ മറ്റു കാര്യങ്ങളോ ഉള്ള മരുന്നുകളില്ല എന്നുള്ളതാണ് അതിന് പ്രത്യേകത. ഇല്ലാതെ പറഞ്ഞവരെല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ടെസ്റ്റും ഇവിടെയുണ്ട്. ഹോമിയോ ഇന്ന് വളർന്നു വിദേശ രാജ്യങ്ങളിലും. പണ്ട് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോമിയോയും ആയുർവേദവും. ഇപ്പോൾ ആയുർവേദവും ഹോമിയോയും മറ്റു രാജ്യങ്ങളിലേക്കാണ്. അമേരിക്കയിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആദ്യം കിട്ടിയത് ന്യൂജേഴ്സിയിലൊരാണ്. അവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അത് വ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയം. നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷയായിരുന്നു. ഡോക്ടർ ഹഫ്സ മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പ്ലാക്കൂട്ടം, പാലാ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രകാശ്, നഗരസഭാംഗം ജോസിൻ ബിനോ, DMO ഡോക്ടർ മിനി KS, ഡോക്ടർ നിമ്മി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആയുഷ് ഹെൽത്ത് കാർഡ് രജിസ്ട്രേഷൻ, ഹെൽത്തി ഫുഡ് എക്സ്പോ, യോഗ ഡാൻസ് തുടങ്ങിയവയും നടന്നു.